മണിമുറ്റത്താനെ അപ്പിട്ടു ഫുട്ബോൾ പോലെ, അത് കണ്ട് കോഴി അപ്പിട്ടു അച്ചാറ് പോലെ. ഇനിയേ ഞാനൊരു പാട്ട് പാടാം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കളി കാണും. സാറിന് എല്ലാം കൊടുക്കാതെ ഉടുമ്പ് എഴുമ്പും ഉപ്പേരി ആന വളമ്പും ചമ്മന്തി. അതുകൂടെ കളി കാണും. എനിക്ക് അറിയത്തില്ല. അവന് സൈക്കിളും മേടിച്ചോടാ. ഇനി അവന്റെ അടുത്ത ജാടയും കൂടെ കാണണം. അവളെ നമ്മളോടൊന്നും മിണ്ടത്ത് പോലും ഇല്ല. ഡീ മത്തങ്ങ കണ്ണി, മത്തങ്ങ കണ്ണിയേ, നിന്റെ അമ്മായപ്പൻ. നമ്മക്കതിന് അമ്മായപ്പൻ വല്ല ഉണ്ടോടാ? ഇവന്മാരെ അലമ്പന്മാരാ. എനിക്കറിയാം, എന്റെ ക്ലാസ്സിലാ പഠിക്കുന്നെ. എടാ, നീ കഴിഞ്ഞ ഞായറാഴ്ച സിനിമ കണ്ടായിരുന്നു? ഉപ്പ് കണ്ടൻ പ്രദേശ്. ഉപ്പ് കണ്ടൻ പ്രദേശോ? ഉപ്പ് കണ്ടൻ പ്രദേശ്. ബ്രദേഴ്സ് പ്രദേശ്. എടാ ഇഷല്ല, ബ്രദേഴ്സ്. ആ ബ്രദേഴ്സ്. എടാ എന്തേരു പാട്ടെ. എന്നിട്ട് ഇതിൽ ഈ ബാബു ആന്റണിയെ ജമ്പ് ചെയ്ത് ജീപ്പിന്റെ മോളിൽ കയറുന്ന ഒരു കേട്ടൊക്കെ ഉണ്ട്. അടിപൊളിയാ. എടാ ഞാൻ ഇപ്പഴാ ഓർത്തെ, 12 മണിയായില്ലയോ? ശക്തിമാൻ തുടങ്ങി കാണും. നമുക്ക് ഇല്ല റബ്ബർ തോട്ടത്തിന്റെ വീട്ടിൽ പോയാലോ? ഓ അങ്ങോട്ട് ഇനി പോണ്ടറാ, അവിടത്തെ കസേരയാണ് ഓടിക്കായിരുന്നു. നീ എവിടെ പോയാലും നാശമാണല്ലോടാ. ഇല്ല വളവിനൊരു വീടുണ്ട്, നമുക്കിന്ന് അങ്ങോട്ട് പോവാം. നീ നൈസായിട്ട് എന്നിട്ട് അവിടെ ടി വി വെച്ചിട്ടുണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ നീ എനിക്കൊരു സിഗ്നൽ തന്നാ മതി. ആ വീട് ആരുടെയാണെന്നറിയാവോ? ആ നമ്മളെന്തിനാ അതൊക്കെ തിരക്കുന്നേ? സൈക്കിളെ ഒരുത്ത് പോത്തില്ലയോ, അവന്റെ വീടാ അത്. ആരുടെ വീടായാലും എന്തുവാ, നീ പോയി നോക്കിയിട്ട് വാ. എടാ തെള്ളാടാ, എന്നെ കൂടെ ഒന്ന് കാണിക്കടാ. എനിക്കൂടെ കാണണ്ടാടാ, ഒന്ന് മാറിക്ക്. എനിക്ക് കണ്ടോ? ഞാൻ കഥ പറഞ്ഞുതരാം, നീ ഒന്ന് മാറി. എടാ തെള്ളാടാ, നീ എന്നൂടെ തെള്ളുന്നേ. തോണ്ടായില്ല വരുന്നു. ഇവനിതെന്തോ എന്റെ സോക്കേടാ. എടാ മനഃപൂർവ്വം ചെയ്യുവാടാ. പേരുടെ മോളോട്ട് വലിയ കയറാൻ പോകും. മമ്മി, നമ്മൾ ടെലിവിഷൻ ഓട്ടായി കാണും അല്ലേ? അല്പനേരം ഓഫ് ചെയ്തു. അവന് പണി കൊടുക്കണം. എടാ നീ അവനെ ഇടിക്കുകയും ചെയ്യല്ലേ, ഒന്ന് പേടിപ്പിച്ചാ മതി. എടാ അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്റെ കൈവിട്ട് പോയുണ്ടല്ലോ, എന്നെ പിടിച്ചാ കിട്ടത്തില്ല. അഥവാ ഞാൻ വയലന്റ് ആവുകയാണെങ്കിലേ എന്നെ നീ പിടിച്ചു മാറ്റിയേക്കണം. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേടാ. അതുകൊണ്ട് വരുന്നില്ല അവൻ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്, ഒന്നും ചെയ്യില്ലേ. റോഡിൽ കൂടെ ആണോ സൈക്കിൾ ഓടിക്കുന്നേ? പിന്നെ എന്റെ തലമണ്ടകൾ ഓടിക്കണോടാ. എന്നോട് അധികം കോമഡി അടിച്ചാലേ വായി പല്ല് കാണത്തില്ല. വാടാ. എടാ അവൻ നിന്നെ വിളിക്കുന്നു, സോറി പറയാനായിരിക്കും. ചെല്ല്. എന്തുവാടാ? പോസ്റ്റിംഗ് ആണോ? എടാ അവന്റെ കാലുകളിൽ മാപ്പി വെച്ച് രക്ഷപ്പെടാ. നോക്ക്, വരുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലടാ. എടാ നല്ലപോലെ നോക്കടാ. 1 2 3 4 5 എണ്ണം ഉണ്ട്. എടാ നല്ലപോലെ നോക്കടാ. ഇല്ല, എന്നും അടിച്ചാലേ വരത്തുള്ളൂ. വേറൊരു ഐറ്റം ഉണ്ട്. കരടി നെയ്യ്. കരടി നെയ്യ്? കരടി നെയ്യ് തേച്ചാ ഉണ്ടല്ലോ, പിറ്റേന്ന് തന്നെ മീശ കിളിച്ചിറങ്ങും. എന്നോട് ആര് പറഞ്ഞു? 10 സീലെ രാകേഷ്. അവനെനിക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞു. മീശ കിളിച്ചിട്ട് വേണം സിൽക്ക് സ്മിതയെ കല്യാണം കഴിക്കാൻ. അവള് വരുന്നു. ഇവളെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു.
ഡി നീ എന്തിനാടി എപ്പോഴും എന്റെ പേര് എഴുതുന്നേ? എന്നെ ക്ലാസ് ലീഡർ ആക്കിയതേ സംസാരിക്കുന്നവരുടെ പേര് എഴുതാനാ. അതെ, ഈ എടി പൊടി എന്നൊക്കെ വിളിക്കാനേ നിന്റെ മടി ഇരുത്തിയാന്നോ എനിക്ക് പേരിട്ട്. എന്താണ് ഇത്ര ചിരിക്കാൻ? അതുകൊണ്ട് അത് ആടുന്നു. അതെന്റെ പപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേ. നീ എന്റെ അച്ഛനും ഗൾഫിലാടി. എന്റെ വീട്ടിലെ 40 ഇഞ്ചിന്റെ കളർ TV ഉണ്ടീ. അതിനിപ്പോ ഞാൻ എന്താ വേണം? നിന്റെ അച്ഛൻ അല്ലോടെ മുമ്പേനെ പശുവിനെയും കൊണ്ട് പോയത്. കുറച്ച് ജാട വിലയൊക്കെ ഇട്ടാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. എടാ നാളെ ഏതാ സിനിമയെന്നറിയാവൂ? ഏതാടാ? പടികം. സിൽക്ക് സ്മിതയൊക്കെ ഉണ്ട്. എടാ നമ്മൾ എവിടെ പോയിരുന്ന് കാണും? ഞാനേ ഒരു പുതിയൊരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലെ 40 ഇഞ്ചിന്റെ കളർ TV ഉണ്ടീ. എന്തുവാടാ സിനിമ കാണാൻ സമ്മതിക്കത്തില്ലയോ? നേരെ വെളുത്തപ്പനെ വന്ന് ഞാൻ നിൽക്കുവാൻ തോന്നല്ലോ. അതെങ്ങനെ മനസ്സിലായി? ആ ജനലിന്റെ കരി മൊത്തം മുഖത്തുണ്ട്. നീ ഇങ്ങോട്ടൊന്ന് നോക്കി. പുതിയ സാധനം. അവനെ ഇരുത്തി വലിച്ചാലേ അവൻ തരത്തോളന്നാ പറയുന്നത്. നമുക്ക് അവനെ പറ്റിക്കാം. എടാ മോനെ, ആദ്യമേ ഞങ്ങൾ ഇരുന്ന് വലിച്ചിട്ടേ നിന്നെ വലിക്കാം. ഓക്കെ ആണോ? എന്നെ പറ്റിക്കുവോ? ഇല്ല, പറ്റിക്കുന്നൊന്നുമില്ല. ആ എന്നാ ശരി. പിടിക്കണോ? എടാ ആരും വലിക്കണോ? നിനക്ക് ആരോഗ്യം ഇല്ലയോ? എന്തിനാ വലിച്ചേ? ഓ സൂപ്പർ, അടിപൊളി. ഇനിയേ നിങ്ങൾ എന്നെ വലിക്ക്. നിങ്ങളെ ഞാൻ വലിച്ചില്ലായിരുന്നു. ബാ. പിന്നെ ഞങ്ങളെ കൊണ്ടൊന്നും വയ്യ, നീ തന്നെങ്ങ് വലിച്ചാ മതി. വാടാവോ. ഹലോ, അവിടെ നിന്നേ. ഇത് കണ്ടോ? മുട്ടായിയാ. വേണമെങ്കിലേ എന്നെയും കൂടെ ഒന്ന് വലിക്കണം. അടിപൊളിയായിരുന്നു. നിന്നെ കാണുന്ന പോലൊന്നും അല്ല. എടുക്കെടുക്ക്. ഇപ്പൊ രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ വീതിച്ചില്ലാണ് കേട്ടോ.